മുഖത്താണെങ്കിൽ ആകെ കുരുവാണ്. അപ്പോൾ പിന്നെ എന്തായാലും സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ച് ഞാനും ചേട്ടനും കൂടെ പോയിട്ട് വരികയാണ് കേട്ടോ. വരുന്ന വഴിയുണ്ടെങ്കിലോ എനിക്ക് ഭയങ്കര വിശന്നിട്ട് കണ്ണും കൂടെ കാണാൻ വയ്യ. പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണക്കടികളും ബേക്കറികളും ഒഴിവാക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ വിട്ടത് ചായക്കടയ്ക്കാണ്. അവിടെ ചെന്ന് ഞാൻ ആദ്യം എണ്ണ കുറച്ച് മുട്ട ബജ്ജി ഓർഡർ ചെയ്തു. ചേട്ടൻ ആദ്യം തന്നെ ഒരു പഴംപൊരി തട്ടിയിട്ടാട്ടോ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുട്ട ബജ്ജിയും കഴിച്ച് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നേരത്തെ ചേട്ടൻ ചായ കൊണ്ടുവന്നു വെച്ചു. പക്ഷേ ചായ വരുമ്പോഴേക്കും എൻ്റെ മുട്ട ബജ്ജി തീർന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചായയുടെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു മസാല ബോണ്ടയും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞാൻ മസാല ബോണ്ട തിന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മസാല ബോണ്ട കേട്ടോ. അപ്പോൾ ചേട്ടൻ എന്താ ഒരു ഉള്ളിവടയും വാങ്ങി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉള്ളിവട കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 കടി കടിച്ച് അത് 3/4 ഭാഗം ഞാൻ തന്നെ തിന്നു. പിന്നെ ഈ മസാല ബോണ്ടയും ഞാൻ തന്നെ തിന്നു. അത് തിന്നിട്ടും എനിക്ക് അങ്ങോട്ട് ഒരു സമാധാനം ആവണില്ല. തിന്നിട്ട് എന്താണാവോ വയറ് നിറയണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പഴംപൊരി അങ്ങോട്ട് ഓർഡർ ചെയ്തു. അങ്ങനെ പഴംപൊരി വന്നു. പഴംപൊരി തിന്നുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു ചമ്മന്തി മുക്കി തിന്നു കഴിഞ്ഞാൽ പഴംപൊരി നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ചമ്മന്തിയിലൊക്കെ മുക്കി തിന്നു നോക്കി. അപ്പോൾ നല്ല രസം കേട്ടോ. പറഞ്ഞ സംഭവം ശരിയാണ്. ഇത് കഴിഞ്ഞ് ഇനി എന്ത് ഓർഡർ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെട്ടിയോ വന്നിട്ട് പറഞ്ഞു, ഇനി നീ ഇവിടെ ഇരുന്നാൽ ഞാൻ പാത്രം കഴുകേണ്ടി വരും, അതുകൊണ്ട് മതി എണീറ്റോ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് മനസ്സോടെ വീട്ടിലെത്തിയപ്പോൾ പിള്ളേരിന്ന് നൂഡിൽസ് തന്നെ. പിന്നെ വേറെ എന്ത് വേണം. വേഗം അവരുടെ പാത്രത്തിൽ നിന്നും കുറച്ച് ചട്ടിയിൽ നിന്നും വരുത്തുന്ന ഞാൻ സംതൃപ്തി അണഞ്ഞു ഗൈസ്. നിങ്ങൾക്ക് എന്നെ പോലെ വിശപ്പിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടണം കേട്ടോ, മറക്കരുതേ.